ആണിന് പോളിഗാമസ് ആയി ഒരുപാട് സ്ത്രീകളുമായി സെക്ഷുവലി ബന്ധം വെക്കാം. പക്ഷെ ഒരു സ്ത്രീ ഭർത്താവിനെ വിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോകുമ്പോൾ ഒരുപാട് സ്ത്രീകളടുത്ത് പോകുന്ന ഈ ആണിന് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് പുരുഷനും ശ്രമിക്കാൻ പറ്റില്ല, സ്ത്രീക്കും ക്ഷമിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാം കണ്ടീഷൻഡാണ്. നമ്മൾ കണ്ടീഷൻ എന്ന് വെച്ചാൽ ജന്മം മുതൽ ഈ നിമിഷം വല്ലതും കേട്ടിട്ടുണ്ട് കുറേ റൂൾസ്. അതെന്താ വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഡിസിപ്ലിന് വേണ്ടി സൊസൈറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ കൾച്ചർ ഉണ്ടാക്കി വെച്ചൊരു സംഭവമാണ്. ഒരു പുരുഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഒത്തിരി എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടെങ്കിൽ അവനെന്തോ അത് വലിയ ധീരകൃത്യമായിട്ട് കരുതുകയും ചെയ്യാം, ഇറ്റ്സ് ഓക്കെ എന്നുള്ളതിലും. പക്ഷെ അവനോട് പറയണം, നോക്കി താങ്കളുടെ ഭാര്യ, താങ്കൾ ഇത്രയും കൂടെ പോകുന്നുണ്ട്, ആ ഭാര്യയുടെ കൂടെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, അയാൾ സമ്മതിക്കില്ല, അയാളുടെ ഈഗോ സമ്മതിക്കില്ല, അവൻ്റെ പുരുഷത്വം അത് ഒട്ടും സമ്മതിക്കുകയും ചെയ്യില്ല. എനിക്ക് പോവാം പക്ഷെ അവൾക്ക് പോകാൻ പാടില്ല എന്നൊരു ചിന്ത നല്ല പോലെ ഈ പുരുഷന്മാരിൽ നല്ല പോലെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം പല സ്ത്രീകളും അവരുടെ ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടാത്തതായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കൺട്രോൾ ചെയ്ത് സഹിച്ച് ഡിപ്രഷനിലേക്കും ഇറിറ്റേഷനിലേക്കും ആങ്കർ ഇത്തരം ബിഹേവിയറിലേക്ക് പോകും. വിവാഹം സെപ്പറേറ്റ് ആവുന്നുണ്ടല്ലോ, ഡിവോഴ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, ഇതിലേക്ക് എത്തുന്നതിൻ്റെ നല്ലൊരു ഭാഗം കാരണം ഈ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണെന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അവർ പറയും കൗൺസിലിങ്ങിന് വിട് അല്ലെങ്കിൽ ഉപദേശിച്ച് നോക്കും. കാരണം ഇത് നമുക്ക് പുറത്ത് മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്നതാ കാരണം. എസ്പെഷ്യലി സ്ത്രീകൾ പുറത്ത് പറയും ചെയ്യില്ല. ആരോട് പറയാനാണ്? പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷൻ എന്താ അവളെക്കുറിച്ച് പറയാമെന്നാണ്. അവൾക്ക് ഭയങ്കര ഓവർ വികാരമാണ്, അതുകൊണ്ടാണ് ഇവളിങ്ങനെ കാണിച്ചതെന്ന് പറയും. അത് ഏറ്റു പറയാനൊരു സൊസൈറ്റി ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നത്.